എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ വരാനുള്ള കാരണം എൻ്റെ അധ്യാപകനായ അബ്ദുള്ള മാഷ് എന്നോട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ അർത്ഥമോ ആശയമോ മനസ്സിലായിരുന്നില്ല. ജീവിതങ്ങൾ വളരെ മുന്നോട്ട് പോയപ്പോഴാണ് അതിൻ്റെ അർത്ഥവും ആശയവും എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ആശയം പങ്കുവെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്താണ് അദ്ദേഹം പറഞ്ഞ ആശയം എന്ന് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞ ആശയം അധ്യാപകനെ പഠിപ്പിക്കണം, അച്ഛനെ കൊല്ലണം, അമ്മക്ക് കൊടുക്കരുത്, ഭാര്യയ്ക്ക് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ആശയം കേട്ട് ആരും തന്നെ വടിയോ വാളോ എടുത്ത് ഓടാൻ നിൽക്കണ്ട. എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സുകളിൽ ഉദിക്കുന്ന ഞാൻ വ്യക്തമാക്കി തരുന്ന ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്താണ് അധ്യാപകനെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്? അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് B.Ed കഴിഞ്ഞൊരു അധ്യാപകനായിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ B.Ed കഴിഞ്ഞൊരു അധ്യാപകനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ PG എടുത്ത് ഡോക്ടറേറ്റൊക്കെ എടുത്ത് വളരെ വിദ്യാഭ്യാസം ഉയർന്ന ലെവലിലെത്തിയതിനു ശേഷം നമ്മൾ അധ്യാപകനേക്കാൾ മുകളിലായി. അങ്ങനെ നമ്മൾ വളരെ കൂടുതൽ വിദ്യാഭ്യാസം നേടിയെടുക്കുക എന്നതാണ് അധ്യാപകനെ പഠിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിൻ്റ് എന്താ വെച്ചാൽ അച്ഛനെ കൊല്ലണമെന്നാണ്. അച്ഛനെ കൊല്ലണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛനെ വടിയോ വാളോ എടുത്ത് കൊല്ലണമെന്നല്ല. നമ്മൾ പലരും അറിയപ്പെടുന്നത് ഇന്ന ആളുടെ മകൻ എന്നാണ്. ആ ഒരു പേര് നമ്മൾ മാറ്റിയെടുക്കണമെന്നാണ്. ഇന്നയുടെ മകൻ എന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് നമ്മുടെ ഉപ്പ ഉണ്ടാക്കിയ ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മളുടെ ഉപ്പ, നമ്മളുടെ മക്കൾ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറണം. ഉദാഹരണത്തിന് സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? പലർക്കും അറിയില്ല ആരാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മകൻ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാവ്യക്തിയെ നിങ്ങൾക്കേവർക്കും ഏത് കുട്ടിക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ് സൈനുൽ ആബിദീൻ. അദ്ദേഹത്തെ ആർക്കും അറിയില്ല. ഈ APJ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ അറിയപ്പെടുന്നത്. APJയുടെ ഉപ്പ എന്നാണ് അറിയപ്പെടുക, അല്ലാതെ സൈനുൽ ആബിദീൻ്റെ മോൻ എന്നല്ല അറിയപ്പെടുന്നത്. ഇതേപോലെ നമ്മളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന ആളുടെ ഉപ്പ എന്ന് ലെവലിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമം നമ്മൾ ഉണ്ടാക്കണം. എന്നാലേ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന അതിനെയാണ് അച്ഛനെ കൊല്ലണം എന്ന് പറഞ്ഞത്. അച്ഛനെ കൊല്ലുകയല്ല, അച്ഛൻ്റെ പേരിൽ അറിയപ്പെടരുത്, അച്ഛൻ്റെ പേരിൽ അറിയപ്പെടരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അമ്മക്ക് കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അമ്മക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്? നമ്മളെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത്. അവർക്ക് നമ്മൾ കൊടുക്കുകയല്ല വേണ്ടത്. അവർക്ക് നമ്മുടെ സമ്പത്ത് എടുക്കാനുള്ള അവകാശമാണ് നൽകേണ്ടത്. അവർക്ക് ഇഷ്ടാനുസരണം നമ്മുടെ സമ്പത്ത് എടുക്കാനുള്ള അവകാശം കൊടുക്കുക, അല്ലാതെ ഒരിക്കലും എണ്ണിക്കൊടുക്കുകയല്ല വേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തെ അത് പറയുന്നത് ഭാര്യയ്ക്ക് കൊടുക്കണം. ഭാര്യയ്ക്ക് നമ്മൾ എണ്ണിക്കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ അവളെ സമ്പത്ത് എടുത്തുപയോഗിക്കാനുള്ള അവകാശം കൊടുക്കരുത്. അവൾക്ക് ആവശ്യമുള്ളത് എല്ലാം കൊടുക്കണം. അത് ഓരോന്നും അളവ് വെച്ച് കൊടുത്താലേ നമ്മുടെ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ 4 സങ്കല്പവും നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം വളരെ ആനന്ദകരമായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക,
ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും ഇതേപോലെ മറ്റ് സങ്കല്പങ്ങളും മറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.